ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കറിയാണ്. നമ്മൾ പാലക്കാട് സ്റ്റൈൽ ഉണ്ടാക്കുന്നൊരു വെണ്ടയ്ക്ക കറിയാണ്. അതിനായിട്ട് വേണ്ടത്, ഞാൻ ആദ്യം കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി വേണം, അതുപോലെ പച്ചമുളക്, തക്കാളി, ഇതൊക്കെയാണ് ആവശ്യം. പച്ചമുളക് ഞാൻ ഇവിടെ വീട്ടിലുണ്ടായ ഒരു മുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ്. പുളിയും കറിയിൽ പൊതുവേ ഉലുവ ഇടുന്നത് നല്ലതാണ്. നമ്മൾ മീൻ കറിയിലൊക്കെ ഉലുവ ഇടാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വെണ്ടയ്ക്ക കറിയിലും ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിടുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. പാലക്കാട് അതിന് വെണ്ടയ്ക്ക കറി, വെണ്ടയ്ക്ക പുളി എന്നൊക്കെ പറയും ഈ കറീനെ. അപ്പോൾ ഇനി വെണ്ടയ്ക്ക കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഈ വെണ്ടയ്ക്കയിൽ ഒരു പശപ്പുണ്ടാവും, ഒരു പശ ഉണ്ടാവും, ഒരു നൂല് പോലെ. അതൊന്ന് പോകാനായിട്ടാണ്. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് നേരം വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ 2-3 എണ്ണം തേങ്ങ അരയ്ക്കുമ്പോൾ കൂടെ ചേർക്കുന്നുണ്ട്. അതിനായി 2-3 എണ്ണം മാറ്റുന്നുണ്ട്. ബാക്കി ചെറിയ ഉള്ളിയെ പീസാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആ പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇട്ട ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കൂടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ചൂടായി വരുന്ന സമയത്തിന് അതിൻ്റെ മുകളിലുള്ള ഇതളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉള്ളി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നമുക്കപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാളൻ പുളി, പുളിപ്പുള്ള നല്ല വാളൻ പുളിയാണ്. അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്ക വേവണമല്ലോ, ആ വേവാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോകാനെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും. ഞാൻ മുളക് ചേർത്തത് കൊണ്ട് തന്നെ, പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 സ്പൂണോളം വേണം. നമ്മൾ ഈ പുളിങ്കറിയൊക്കെ വെക്കുമ്പോൾ മല്ലിപ്പൊടി നല്ലപോലെ ചേർക്കണം. അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി 1.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ മുട്ടക്കറി അതുപോലെ മീനൊക്കെ ആകുമ്പോൾ മല്ലിപ്പൊടിയാണ് കൂടുതൽ. ചിക്കൻ അതിലൊക്കെ മല്ലിപ്പൊടി നല്ലപോലെ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വെണ്ടയ്ക്ക കറിയും. ആ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങയ്ക്ക് ഇതിനുള്ള അരപ്പ് ചേർക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടെ നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ചേർക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ കറി ഒരുപാട് വെള്ളം പോലെ ആവരുത്, കുറച്ചൊരു തിക്നെസ്സൊക്കെ, കുറച്ച് കട്ടിയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇതും പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ജാറുണ്ടല്ലോ, ആ ജാർ കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ച ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാനാക്കി വയ്ക്കാം. ഒരുപാട് വെള്ളം ആക്കരുത്, ഒരളവിന് ആക്കിയ ശേഷം നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കിതിന് പ്രത്യേകിച്ച് താളിക്കാനൊന്നുമില്ല. നമ്മൾ ഓൾറെഡി വറ്റൽ മുളകൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് താളിച്ചത് കൊണ്ട് തന്നെ ഇനിയൊന്നും ചെയ്യാനില്ല. ഇത് തിളച്ച് വന്നാൽ കറിയായി. അപ്പോൾ ഇത് തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു കറിയാണ്, ഈസിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.